ടീം യു ഡി എഫ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച ശ്രീ വി ഡി സതീശൻ ഇപ്പോൾ അയാം ദി സ്റ്റേറ്റ് എന്ന ലൂയി 14 എത്തിയിരിക്കുന്നു. വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കാമെന്ന നിർദ്ദേശം ഞങ്ങളുടെ മുമ്പിൽ വന്നതാണ്. ഞങ്ങളത് തള്ളിക്കളഞ്ഞല്ലോ. ഞങ്ങൾക്ക് ആശങ്ക ഉണ്ടായില്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു അക്കാര്യത്തിലൊരു സംശയം ഉണ്ടായില്ലല്ലോ. ഇത് അപകടമാണെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നല്ലോ. പി കെ ഗോപൻ, ഇവിടെ അക്കാലത്തെ എൻ്റെ ചർച്ചകളിൽ അങ്ങോടൊക്കെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഭരണത്തിലിരിക്കുമ്പോൾ കാണിക്കുന്ന രാഷ്ട്രീയം മറക്കുന്ന പണികൾ പ്രതിപക്ഷത്തെത്തുമ്പോൾ നിങ്ങൾക്ക് ബാധ്യത ഉണ്ടാക്കും. അത് സമരത്തെ ഭീകരവൽക്കരിക്കുന്ന കാര്യത്തിലടക്കം PMC-യിൽ അത് കണ്ടു. സമരം ചെയ്യാൻ അവകാശം യഥാർത്ഥത്തിൽ CPI-ക്ക് മാത്രമാണ്, അവർ ചെയ്യുന്നുണ്ട്. മദ്യത്തിൽ വർജനം പറഞ്ഞു വന്ന് നിങ്ങൾ അടച്ച ബാറുകൾ കൂട്ടത്തോടെ തുറക്കൽ, വീര്യം കുറഞ്ഞ മദ്യം വന്ന് കോയിനേജ് ഉണ്ടാക്കൽ, ഇവിടുന്ന് ഉണ്ടാക്കുന്ന കേരള ബ്രാൻഡി, ഏതോ മദ്യക്കമ്പനിയുടെ മഴക്കുഴി എണ്ണാൻ പോകുന്ന അന്നത്തെ മന്ത്രി. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലും ചോദ്യം ഷാർപ്പായി ചോദിക്കാൻ നിങ്ങൾ ശരിയാണ്, നിങ്ങൾ ടാക്സിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും വിട്ടുവീഴ്ച വരുത്തിയില്ല. സർക്കാർ ഖജാനയിലേക്ക് ആ വഴി കുറച്ച് പണം കൂടെ അധികം എത്തിക്കോട്ടെ എന്ന് കരുതിയില്ല, നല്ല കാര്യം. പക്ഷേ നിങ്ങൾക്ക് ഷാർപ്പായി ധാർമ്മിക ചോദ്യങ്ങൾ ഉന്നയിക്കാൻ അവകാശമുണ്ടോ ശ്രീ ഗോപൻ? ഉള്ളതുപോലെ വേറെ ആർക്കാണ് അവകാശം? നിങ്ങൾ ചില മാധ്യമങ്ങൾക്ക് പോലും അതില്ല. കാരണം നിങ്ങൾ അന്ന് ഞങ്ങളെ ഈ പ്രശ്നത്തിൽ കൈകാര്യം ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും പലർക്കും അത് ചോദിക്കാൻ അവകാശമില്ല. ഞങ്ങൾക്കേ ഉള്ളൂ ചോദിക്കാൻ അവകാശം. ഇവിടെ ജിൻഡോ പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സാധാരണ പറയാറുണ്ട്, പ്രസവ വാർഡ് എന്ന് എഴുതി വെച്ചിട്ട് പിന്നെ അടിക്ക് ബ്രാക്കറ്റിൽ സ്ത്രീകൾക്ക് മാത്രം എന്ന് എഴുതി വെക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത്. മദ്യനയം ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, നികുതി ഘടന ഞങ്ങൾ പരിഷ്കരിച്ചിട്ടുണ്ട്. നികുതി ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ മദ്യത്തിൻ്റെ ശതമാനം, അതിൻ്റെ ആൽക്കഹോളിക് കണ്ടൻറ്റ്, അതിൻ്റെ ആൽക്കഹോളിൻ്റെ ഉള്ളടക്കത്തിൻ്റെ അളവ് എത്രയാണെന്ന് നിശ്ചയിച്ചിട്ടാണ് നികുതി ഘടന നിശ്ചയിച്ചിരിക്കുന്നത്. ഇത്ര ശതമാനം ആൽക്കഹോളിക് കണ്ടൻറ്റ് ഉള്ളവയ്ക്കെന്നാണ്. അപ്പോൾ അതിനകത്ത് പോളിസി വന്നു ഹാഷ്മി. അതായത് എത്ര ശതമാനം ആൽക്കഹോളിക് കണ്ടൻറ്റ് ഉള്ളതിന് നിശ്ചിത ശതമാനം നികുതി എന്ന് വരുമ്പോൾ അത് പോളിസിയായി. ഇനി ഞങ്ങളത് പ്രത്യേകിച്ച് മദ്യനയം പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ, കോൺഗ്രസിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ അവരുടെ വരികളിലുള്ള വാച്യാർത്ഥവും അവർ പറയാൻ വേണ്ടി മാറ്റിവെച്ച വ്യംഗ്യാർത്ഥവും കൂടി വായിച്ചെടുക്കാനുള്ള ബുദ്ധിവിശേഷം, ബൗദ്ധികമായ സവിശേഷത കേരളീയർക്കുണ്ട്. അതിൽ ശ്രീ KC വേണുഗോപാലും ശ്രീ രമേശ് ചെന്നിത്തലയാണല്ലോ കേരളത്തിലെ മറ്റ് രണ്ട് ഉന്നത നേതാക്കൾ, ഒരു പക്ഷേ VD സതീശനേക്കാൾ ഉയർന്ന നേതാക്കൾ. അവർ രണ്ടുപേരും ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് UDF ചർച്ച ചെയ്തിട്ടില്ല ഈ പോളിസി. അപ്പോൾ രമേശ് ചെന്നിത്തല ഒന്നുകൂടി കടത്തി പറഞ്ഞു, അദ്ദേഹം മന്ത്രിസഭയുടെ ഭാഗമായതുകൊണ്ട് ധനകാര്യ വകുപ്പ് മുഖ്യമന്ത്രിയും മാത്രം അറിഞ്ഞാൽ മതി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്, ബാക്കിയുള്ളത് ലീക്ക് ചെയ്യാൻ പാടില്ല. വളരെ വസ്തുതയാണത്, ബാക്കി ലീക്ക് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇത് ആരുടെ കാര്യമാണ്? ഇത് VD സതീശൻ്റെ കാര്യമാണ്. ടീം UDF എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച ശ്രീ VD സതീശൻ ഇപ്പോൾ അയാം ദി സ്റ്റേറ്റ് എന്ന ലൂയി 14 എത്തിയിരിക്കുന്നു. ടീം UDF-നെ അദ്ദേഹം പിരിച്ചുവിട്ടിട്ട് സ്വന്തമായ നിലപാട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്നാണ് ഈ രണ്ട് രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞതിൻ്റെ മലയാളം. അപ്പോൾ ഇതിനകത്ത് ഇനി അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ ഞങ്ങൾ അന്നെടുത്ത നിലപാടെന്താ? ഞങ്ങൾക്ക് എവിടെയാണ് ഇതിനകത്ത് ധാർമ്മികതയുടെ പ്രശ്നം വരുന്നത്? ഞങ്ങളെടുത്തത് അതിപ്പോഴും ഞങ്ങളത് പറയുന്നു, ഞങ്ങളത് മാറ്റുന്നില്ലല്ലോ. പഴം പച്ചക്കറിയിൽ നിന്നും മറ്റ് വിഭവങ്ങളിൽ നിന്നും മദ്യം ഉണ്ടാക്കിയാൽ അത് കൃഷിക്കാർക്ക് ഗുണമാകും, പക്ഷേ ടാക്സ് കുറയ്ക്കുന്നില്ല. അത് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ കേരളത്തിലെ കശുമാങ്ങ കർഷകരോ കേരളത്തിലെ മറ്റ് പഴങ്ങൾ, അതായത് ഈ പൈനാപ്പിളോ മുന്തിരിയോ അങ്ങനെയൊക്കെയാണല്ലോ ഇതിനെന്തൊക്കെ ഉപയോഗിക്കുന്നതെന്നുള്ളത് എനിക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള പഴവർഗ്ഗങ്ങൾ ഉപയോഗിച്ച് മദ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വീര്യം കുറഞ്ഞ മദ്യമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് ഞങ്ങൾ തത്വത്തിൽ അംഗീകരിച്ചത്. പക്ഷേ അത് പൂർണ്ണമായിട്ടും ചർച്ച ചെയ്ത് പൂർത്തീകരിച്ചൊരു കാര്യമല്ല. എന്നാൽ അതിൽ നികുതി ഘടനയിൽ കുറവ് വരുത്തിയിട്ടില്ല. ഇവിടെ വരാൻ പോകുന്ന പ്രശ്നം എന്താ? 251% നികുതി എന്ന് പറഞ്ഞാൽ 100 രൂപ വിലയുള്ള മദ്യത്തിന് 351 രൂപ കൊടുക്കണം. 1000 രൂപ വിലയുള്ള മദ്യത്തിന് അപ്പോൾ എത്ര രൂപ കൊടുക്കണമെന്ന് ആലോചിച്ചോ? 2500 രൂപ നികുതി ആകും ആ മദ്യത്തിൻ്റെ വില. ആ 2500 രൂപ കൊടുക്കേണ്ടുന്ന മദ്യത്തിനാണ് ഇപ്പോൾ വരുന്നത് അതിൻ്റെ പകുതിയിൽ താഴെ പൈസയ്ക്ക് മദ്യം കിട്ടും. അപ്പോൾ റെഡി ടു ഡ്രിങ്ക് ആണിത്. ഇതിനകത്ത് വെള്ളം ചേർക്കണ്ട, സോഡ ചേർക്കണ്ട, മറ്റ് സാധനങ്ങൾ ചേർക്കണ്ട. ഇത് കയ്യിൽ കിട്ടിയാൽ ഉടനെ കുടിക്കാൻ കഴിയും. അപ്പോൾ അത് കുടിച്ച് ശീലമില്ലാത്തവർക്ക് കുറച്ചുകൂടി താല്പര്യം ഉണ്ടാക്കും. അതാണ് സഭകളും മറ്റുള്ളവരും അതിനകത്ത് കാണുന്ന ഒരു ആശങ്ക. ഏതാണ് അതുകൊണ്ട് ഇത് ഇടതുപക്ഷത്തിൻ്റെ നയം ധാർമ്മികമായിട്ട് ഞങ്ങൾക്കൊരു പ്രയാസം ഇതിനകത്തില്ല. ഞങ്ങളുടെ മുമ്പിൽ വന്നതാണ് ബക്കാർഡി ഉൾപ്പെടെയുള്ള ആളുകൾ സ്പിരിറ്റ് ഉപയോഗിച്ച് മദ്യം ഉണ്ടാക്കി വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കാമെന്ന നിർദ്ദേശം ഞങ്ങളുടെ മുമ്പിൽ വന്നതാണ്. ഞങ്ങളത് തള്ളിക്കളഞ്ഞല്ലോ. ഞങ്ങൾക്ക് ആശങ്ക ഉണ്ടായില്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു അക്കാര്യത്തിലൊരു സംശയം ഉണ്ടായില്ലല്ലോ. ഇത് അപകടമാണെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നല്ലോ. അപ്പോഴാണ് ഏത് മദ്യത്തെക്കുറിച്ച് ഏത് ചർച്ച നടന്നാലും UDF ചാടി വീഴുമായിരുന്നു. VD സതീശൻ പറഞ്ഞു ഇത് അഴിമതിയാണെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം നടത്തുമ്പോൾ അത് അഴിമതി അല്ലാതായി മാറുമോ? മാത്രമാണോ കർണാടക ലോബിയും കേരളത്തിലെ മദ്യമേഖലയുമായിട്ടുള്ള ബന്ധം ആർക്കറിയാൻ വയ്യാത്ത? കർണാടക ആരാ ഭരിക്കുന്നത്? കർണാടകത്തിലെ മദ്യലോബി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മദ്യലോബികളിൽ ഒന്നാണ്.
ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ നിങ്ങളുടെ ചർച്ചയിൽ ഒരു പേര് സൂചിപ്പിച്ചു, ശ്രീ എസ്.എം. കൃഷ്ണ. അദ്ദേഹത്തെക്കുറിച്ച് അന്ന് കേരളത്തിൽ വലിയ തോതിൽ ചർച്ചയായതാണ് എസ്.എം. കൃഷ്ണയുടെ ഇക്കാര്യത്തിലുള്ള പങ്ക്. അദ്ദേഹം പിന്നീട് BJP പോയി, കോൺഗ്രസിൻ്റെ. കേരളത്തിലെ ശ്രീ കരുണാകരനായിരുന്നു, കർണാടകത്തിലെ എസ്.എം. കൃഷ്ണ. അതുപോലെ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വം അവരൊക്കെ ബിസിനസ് മാഗ്നറ്റുകളല്ലേ, അവർക്കെല്ലാം ഇതുമായിട്ട് വലിയ ബന്ധമുള്ളവരാണ്. അപ്പോൾ ശ്രീ വി.ഡി. സതീശൻ്റെ മംഗലാപുരം യാത്രയും ഇതിൻ്റെ നികുതി കുറയ്ക്കലും കൂടി കൂട്ടി യോജിപ്പിച്ച് വായിച്ചു കഴിഞ്ഞാൽ കേരളീയർ മണ്ടരല്ല. അതുകൊണ്ടാണ് ശ്രീ കെ.സി. വേണുഗോപാലും ശ്രീ രമേശ് ചെന്നിത്തല ആ പോളിസിയെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് പ്രതിരോധം തീർക്കാൻ പരിശ്രമിക്കുകയാണ് അവർ ചെയ്തത്. അവർ പറഞ്ഞതിനകത്തെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആ പ്രതിരോധ സംരക്ഷണത്തിനകത്ത് തന്നെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ടീം UDF അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ശ്രീ വി.ഡി. സതീശനാണ്. അതുകൊണ്ട് കേരളത്തിൽ വലിയ മദ്യക്കമ്പനികൾക്ക് മദ്യം ഒഴുക്കാനും പുതിയ തലമുറയെ ലഹരിയിലേക്ക് ആകർഷിക്കാനുമുള്ള ഒരു പരിപാടിയായിട്ടാണ് നടത്തുന്നത്. ഇത് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല ശ്രീ ഹാഷ്മി. പി കെ ഗോപൻ, എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ മദ്യവർജ്ജനം ഒന്നും ചുമ്മാ പറയാമെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതെല്ലാവരും, അത് UDF ആവട്ടെ, LDF ആവട്ടെ, BJP ആവട്ടെ, അത് വെറുതെ പറയുന്നതാണ്. ഖജാനയിലേക്ക് ഭരണത്തിലിരിക്കുമ്പോൾ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കാശ് വേണം, ഖജാനയിലെ കുഴിയെത്തുന്ന മാരകമായ കോടികൾ വേണ്ടെന്ന് നോക്കാൻ ഒരു സർക്കാരും തയ്യാറാവില്ല. ഇപ്പം നിങ്ങൾ മദ്യവർജ്ജനം യഥാർത്ഥ ആത്മാർത്ഥമാണെങ്കിൽ ഈ പറയുന്ന മഴക്കുഴി എണ്ണാൻ മന്ത്രി പോവോ? ഈ പറയുന്ന കേരള ബ്രാൻഡി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കള്ളുണ്ടാക്കി ഇവിടെ വിൽക്കാനുള്ള ആലോചന ഉണ്ടാവുമോ? ഇവിടെ ഈ പറയുന്ന രീതിയിൽ ബാറുകൾക്ക് സമയം കൂട്ടി കൊടുക്കുക ഒന്നും ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രശ്നം മദ്യത്തിന്റെ വ്യാപനമാണോ, അതോ അതിൽ കൂടി കിട്ടുന്ന ടാക്സിൽ കുറവ്, വരുമാനത്തിന് നഷ്ടം കേരളത്തിൽ ഉണ്ടാവുന്നു എന്നതാണോ പി കെ ഗോപൻ? ഇതിൽ നിങ്ങളൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്തൊന്ന് ഉറച്ചു നിൽക്കണം ഈ ചർച്ചയൊക്കെ നടത്തുമ്പോൾ. അങ്ങനെയും കൂടെയൊക്കെ ഈ പ്രേക്ഷകരെ കബളിപ്പിച്ചുള്ള ചർച്ചയൊന്നും വേണ്ടെന്നൊക്കെ നിങ്ങളൊക്കെ തീരുമാനിക്കണം. ഒന്ന്, പിണറായി വിജയൻ ഒറ്റയ്ക്കാണ് തീരുമാനിക്കുന്നത് എന്ന് CR നീലകണ്ഠൻ സാറിനോട് ആരാ പറഞ്ഞു കൊടുത്തേ? ഞങ്ങൾ അങ്ങനെ ഒരു വിലയിരുത്തലൊന്നും നടത്തിയിട്ടില്ല സാറേ. ഈ ചെലവിലും ഇടതുപക്ഷത്തെ ആക്രമിക്കാനുള്ള ഒരു സൗകര്യമായിട്ട് ഉപയോഗിക്കേണ്ട. നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട്, ഈ പോത്തിനെ ചാരി പൂട്ടുകാരനെ അടിക്കുക എന്ന് പറയാറുണ്ട്. പോത്തിനെ അടിക്കുന്ന ഭാവത്തിൽ പൂട്ടിക്കൊണ്ട് നിൽക്കുന്ന ആളെ തല്ലാൻ പണ്ട് ജന്മിമാർ കാണിച്ചൊരു പ്രയോഗമാണത്. ആ പ്രയോഗമൊക്കെ നാട്ടുകാർക്ക് മനസ്സിലാവും. ഒരു കാര്യം ഞാൻ പറയാം, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ വ്യാഖ്യാനത്തിൽ അച്ചടക്ക ലംഘനത്തെയാണ് നിങ്ങൾ ജനാധിപത്യം എന്ന് പറയുന്നത്. കോൺഗ്രസിനകത്ത് മലർന്നു കിടന്ന് തുപ്പുന്നത് ഒരു ആലങ്കാരമായിട്ട് അവർ കാണുകയാണ്. ഞങ്ങളുടെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അത് പരസ്യമായി വിഴുപ്പലക്കലല്ല. ഈ 10 വർഷത്തെ ഭരണം മാത്രമല്ല, പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഞങ്ങൾ ഇതെല്ലാം ജനാധിപത്യപരമായി ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനെ ചർച്ച ചെയ്യാത്ത ചില കാര്യങ്ങൾ അപൂർവമായിട്ട് സംഭവിച്ചിട്ടുമുണ്ട്. അക്കാര്യവും ഞങ്ങൾ തുറന്നു പറയേണ്ട സന്ദർഭത്തിൽ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ഇവിടെ ടീം UDF എന്നത് പ്രചരിപ്പിച്ചവർ ഇപ്പോൾ ഒറ്റയ്ക്ക് തീരുമാനമെടുത്തു എന്നുള്ളതിൻ്റെ തെളിവ് ശ്രീ കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും എക്സൈസ് വകുപ്പ് മന്ത്രി ബഹുമാനായ ലിജുവാണ്. അവരുടെ പ്രതികരണത്തിൽ നിന്ന് ഇത് കൂട്ടായ ആലോചനയിലല്ലെന്ന് വ്യക്തമായി കഴിഞ്ഞല്ലോ. അപ്പോൾ പിണറായി വിജയനെ അറ്റാക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ജനാധിപത്യ ലംഘനത്തെ നിങ്ങൾ മറന്നു. രണ്ടാമതായിട്ട്, നെല്ലിന് പണം കൊടുക്കാതെ കർഷകരോട് മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന, നെല്ലിന് പണം തരണമെന്നുള്ള പറച്ചിൽ ഇനിയെങ്കിലും ജിൻഡോയുടെ പാർട്ടി പറയുമോ? എത്ര ശതമാനമാണ് നെല്ലിൻ്റെ പണം കേന്ദ്ര സർക്കാർ തരേണ്ടത്? എത്ര ശതമാനമാണ് കേരള സർക്കാർ ഏറ്റെടുക്കേണ്ടത്? നെല്ലിൻ്റെ പണം കേന്ദ്രം തരാഞ്ഞിട്ടും അഡ്വാൻസായിട്ട് ബാങ്കുകൾ വഴി കൃഷിക്കാർക്ക് പണം കൊടുത്തതാ കേരളത്തിലെ LDF ഗവൺമെൻറ്. ആ ബാങ്ക് വഴിയാണ് പണം കൊടുത്തത്. അത് ആരാ തരേണ്ടത്? കേന്ദ്ര സർക്കാർ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തരേണ്ടുന്ന പണമാണ് ഇത്. നെല്ലിൻ്റെ പണവും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് അവർക്ക് കുറച്ചുകൂടെ പുതിയ വരുമാനം ഉണ്ടാക്കാനാണ്. ഇതെല്ലാം ഈ പഴവർഗ്ഗങ്ങൾ ഉപയോഗിച്ച് എന്തായാലും ഇവിടെ ലിക്വർ വിൽക്കുന്നുണ്ട്. അങ്ങനെ ലിക്വർ വിൽക്കുമ്പോൾ ഈ പഴങ്ങൾ ഉപയോഗിച്ചുള്ള ലിക്വറിനും കൂടെ, അല്ലാതെ സ്പിരിറ്റ് ഉപയോഗിച്ച് മാത്രമല്ല. സ്പിരിറ്റാണ് കർണാടക ലോബി. ഇനി കർണാടക ലോബിയായിട്ടുള്ള ബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ്. ഞാൻ ശ്രീ ജിൻഡോയോട് ചോദിക്കട്ടെ, CPM പാർട്ടി അംഗങ്ങൾ നടത്തുന്ന എത്ര ബാറുണ്ട് കേരളത്തിൽ? നിങ്ങൾക്കൊന്ന് പറയാമോ? നിങ്ങളുടെ LDF കൺവീനർ ബാറിൻ്റെ ഉടമയാണ്. ഞാൻ വ്യക്തിപരമായി ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി പറയല്ല. UDFിൻ്റെ സംസ്ഥാന കൺവീനർ ബാർ സ്വന്തമായിട്ടുള്ള ആളാ. LDFിൻ്റെ ഏത് നേതാവിനാ ബാറുള്ള നാട്ടിൽ? ഇനി 1200 1300 താഴെയുള്ളൂ കേരളത്തിലെ ബാറും സർക്കാർ സംവിധാനം എല്ലാം കൂടെ. അങ്ങേയറ്റം പോയാൽ 1500 ബാറേ ഉള്ളൂ കേരളത്തിൽ, മദ്യവിൽപ്പനശാലയുള്ളൂ കേരളത്തിൽ. ശ്രീ ഹാഷ്മി, അങ്ങ് സെർച്ച് ചെയ്ത് നോക്ക്. കർണാടകത്തിലെ മുഴുവൻ മദ്യവിൽപ്പനശാലയുടെ എണ്ണം 14,100. കേരളത്തിൻ്റെ 10 ഇരട്ടി മദ്യഷാപ്പുകളുള്ള സ്റ്റേറ്റാണ് കർണാടകം. ഇനി UPയിലേക്ക് വന്നു കഴിഞ്ഞാലോ, UPയിൽ 24,000 മദ്യഷാപ്പുകളാണ് ഉള്ളത്. UPയുടെ ആകെ വരുമാനത്തിൽ 2026 ഇൻകത്തിൽ 57,000 കോടി രൂപ മദ്യത്തിൽ നിന്നുള്ളതാണ്. ഇനി ഞാൻ നിങ്ങളുടെ 3 പേരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ 3 പേരും ഒരുപാട് യാത്ര ചെയ്യുന്നവരാണെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾ രാജസ്ഥാനിലൂടെ, കർണാടകത്തിലൂടെ, UPയിലൂടെ, നാട്ടും പുറത്തു കൂടി സഞ്ചരിച്ചു നോക്ക്. ഏത് മുറുക്കാങ്കടയിലും വിദേശ മദ്യം കിട്ടും. അല്ല, ഗുജറാത്തിൽ കൂടെ സഞ്ചരിച്ചോ? കിട്ടും. ബാറിലോ അല്ല, ഞാൻ പറയട്ടെ ഞാനൊന്ന് പറയട്ടെ. കേരളത്തിൽ ലൈസൻസ്ഡ് ബാറിലോ മദ്യം നിരോധനമുള്ള ഗുജറാത്തിൽ കൂടെ പോയാലും കിട്ടും.
മദ്യനിരോധനമുള്ള ഗുജറാത്തിൽ പോയാലും കിട്ടും അങ്ങി പറയുന്ന സാധനങ്ങൾ. അതെ, നിരോധനമുള്ള ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകളിൽ ഒരു വർഷം ആയിരക്കണക്കിന് കോടി രൂപയുടെ അനധികൃത മദ്യക്കച്ചവടം നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ മദ്യനിരോധനം പ്രായോഗികമല്ല എന്നുള്ള നിഗമനത്തിൽ എത്തിയത്. അതുകൊണ്ടാണ്. അപ്പോൾ അത്തരം സ്റ്റേറ്റുകളിലെല്ലാം വൻതോതിൽ പണം മദ്യം ഉപയോഗിച്ചും സ്വകാര്യ മേഖലകളിൽ വിൽപ്പന നടത്തിയും അനധികൃത മദ്യക്കച്ചവടം നടത്തുന്നതിൽ വ്യത്യസ്തമായി കേരളത്തിൽ അത് നിയന്ത്രിതമാണ്. ഇപ്പം കേരളത്തിൽ നിങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മദ്യദുരന്തം റിപ്പോർട്ട് ചെയ്തോ? ശ്രീ ഹാഷ്മി വാർത്തകൾ വായിച്ചപ്പോൾ എപ്പോഴെങ്കിലും കേരളത്തിൽ മദ്യദുരന്തം മൂലം മനുഷ്യൻ മരിച്ചത് റിപ്പോർട്ട് ചെയ്തോ? നേരെ മറിച്ച് മുൻകാലങ്ങളിൽ അത് LDF ഭരിച്ചപ്പോഴും UDF ഭരിച്ചപ്പോഴും മദ്യദുരന്തം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് അത്തരം ദുരന്തങ്ങൾ കേരളത്തിൽ സംഭവിക്കാതിരുന്നത് എന്നുള്ളത് കണക്ക് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി ബാറ് പരിശോധന നടത്തിയിട്ടില്ല, നികുതി പിരിച്ചെടുത്തിട്ടില്ല, എന്തൊക്കെയാണ് ഇവിടെ ഇരുന്നുകൊണ്ട് തട്ടിവിടുന്ന കാര്യങ്ങൾ. കേരളത്തിൽ നികുതി പിരിച്ചെടുക്കുമ്പോൾ 24 മുതൽ 26% വരെ റവന്യൂവിൻ്റെ മദ്യത്തിൽ നിന്നുള്ള നികുതിയാണെന്നുള്ളത് പിന്നെ പിരിച്ചെടുക്കാതാണെന്ന് വന്നേ. പിരിച്ചെടുക്കാതല്ല വന്നേ. ഇത് UP 22% കേട്ടോ. കേരളത്തിൽ 24% മദ്യത്തിൽ നിന്ന്. ആകെ വരുമാനത്തിൻ്റെ 24% കേരളത്തിൽ മദ്യത്തിൽ നിന്നുള്ള ടാക്സ്. നിങ്ങൾ പറഞ്ഞാൽ 22% UP കേരളത്തെ പോലല്ല. വലിയ കോറികളുണ്ട്, കൽക്കരിക്കനികളുണ്ട്, വലിയ സമ്പത്തുള്ളൊരു സ്റ്റേറ്റാണ്. വിനിയോഗത്തിന് അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ നിന്നുള്ള ധാതുക്കളുടെ അളവ് കേരളത്തെ പോലല്ല. കേരളത്തിൽ ഇതൊന്നുമില്ല. കേരളം അങ്ങനെ പ്രകൃതിപരമായി സമ്പന്ന സ്റ്റേറ്റല്ല, സൗന്ദര്യത്തിലേ ഉള്ളൂ സമ്പന്നം. ആ സ്റ്റേറ്റിലാണ്. അതുപോലെ കർണാടകം കൽക്കരി ഖനി ഉൾപ്പെടെയുള്ള സ്റ്റേറ്റാണ്. അവിടെ വരുമാനത്തിൻ്റെ കേരളത്തെ പോലെയോ കേരളത്തേക്കാൾ കൂടുതലാണ് അവിടെ മദ്യത്തിൽ നിന്നുള്ള വരുമാനം. അതുപോലെ എവിടെയും മദ്യം കിട്ടും, സുലഭമായ മദ്യം കിട്ടും. അങ്ങനെ നിയന്ത്രിതമായ മദ്യ വിപണനം ഉണ്ടായിരുന്ന ഒരു കേരള സ്റ്റേറ്റിൽ ഇപ്പോൾ വീര്യം കുറഞ്ഞ മദ്യത്തിന് ടാക്സ് കുറച്ചാൽ അത് ദോഷം ചെയ്യും. ഞങ്ങളത് ചെയ്തില്ലല്ലോ. ഞങ്ങൾക്ക് വരുമാനം കൂട്ടണമായിരുന്നെങ്കിലോ ഞങ്ങൾക്ക് മദ്യലോബിയുടെ, നിങ്ങൾ എന്തായാലും സമ്മതിക്കുമല്ലോ, സ്പിരിറ്റ് വഴി മദ്യം ഉണ്ടാക്കുന്നത് വലിയ മദ്യ കമ്പനികളാണ്. അതാണല്ലോ ബെക്കാർഡിയുടെ അപേക്ഷ ഞങ്ങളുടെ മുമ്പിൽ വന്നല്ലോ. ജിൻഡോ, ഞങ്ങൾ അംഗീകരിച്ചില്ലല്ലോ. നിങ്ങൾ ഈ പറയുന്ന ചാഞ്ചാട്ടം ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ബെക്കാർഡിയുടെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾക്കിത് പാസ്സാക്കാമായിരുന്നല്ലോ. ഞങ്ങൾ ചെയ്തില്ലല്ലോ. അപ്പം ഞങ്ങളത് ചെയ്യാതിരിക്കുകയും നിങ്ങളിത് വന്നിട്ട് നിങ്ങളുടെ ബഡ്ജറ്റിൽ, നിങ്ങളുടെ നയപ്രഖ്യാപനത്തിൽ ഇല്ല. ബഡ്ജറ്റിൽ നികുതി ഘടന പരിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിശ്ചിത അളവ് ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ളതിന് നികുതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് 251% എന്നുള്ള 120 കൊണ്ടുവന്നു. കേരളത്തിൻ്റെ ഖജനായിക്ക് നഷ്ടമാണ്. കേരളത്തിൻ്റെ ഖജനായിക്ക് നഷ്ടമാകുമ്പോൾ മറ്റൊരിടത്തത് ലാഭമായിട്ട് മാറും. അത് മദ്യ മുതലാളിമാർക്ക് ലാഭമായിട്ട് മാറും. അങ്ങനെ ലാഭമായിട്ട് മാറുന്നതിൻ്റെ ലോജിക്ക് നിങ്ങൾ വിശദീകരിക്കണം. ഞങ്ങൾ കേരളത്തിൻ്റെ വരുമാനം, സാമ്പത്തിക പ്രതിസന്ധിയുള്ള കേരളത്തിൻ്റെ പണം എടുത്ത് വലിയ മദ്യ മുതലാളിമാർക്ക് കൊടുക്കുന്നതിൻ്റെ കാര്യം എന്താണ് നിങ്ങൾ വിശദീകരിക്കുക. പിന്നെ CPM-നെ ചീത്ത വിളിക്കുക, പിന്നെ നിങ്ങൾ 10 പിണറായി വിരുദ്ധത പ്രസംഗിക്കുക, പിന്നെ 10 CPM വിരുദ്ധത പറ. അതല്ലേ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ കുറച്ച് കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷേ ഇതിൻ്റെ കാര്യം പറഞ്ഞിട്ട് ചെയ്താൽ പോരായോ? ഈ കാര്യം വിശദീകരിച്ചിട്ട് ചെയ്താൽ പോരായോ? അതിന് പകരം ഇതൊന്നും പറയാതെ ഇടതുപക്ഷത്തിൻ്റെ നയത്തെ, ഇടതുപക്ഷം ഏകാധിപത്യപരമായി പെരുമാറി, ഞങ്ങളുടെ മുദ്രാവാക്യം തെറ്റിപ്പോയി, അതായിക്കോട്ടെ, അതുകൊണ്ടാണല്ലോ നിങ്ങൾ ജയിച്ചത്. പക്ഷേ ഞങ്ങൾ 10 വർഷമല്ല. ശ്രീ ഹാഷ്മി, നിങ്ങൾ നോക്കൂ, ശിവദാസ മേനോൻ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്നു, PK ഗുരുദാസൻ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്നു, MB രാജേഷ് എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്നു, K ബാബു, K രഘുനാഥ് ഉൾപ്പെടെയുള്ള എത്രയോ എക്സൈസ് വകുപ്പ് മന്ത്രിമാർക്കെതിരായിട്ട് ഇവിടെ ഇപ്പോഴും കേസ് കിടക്കുന്നു. എന്തുകൊണ്ടാണ് CPM മന്ത്രിമാർക്കെതിരെ, എക്സൈസ് ഭരിച്ചവർക്കെതിരെ കേസില്ലാത്ത? എന്തുകൊണ്ടാണ് എക്സൈസ് ഒരു അഴിമതിയുടെ കൂടാരമായിട്ടും CPM നേതാക്കന്മാരോ അല്ലെങ്കിൽ LDFകാരോ അതിൽ നിന്ന് മാറിയെന്ന് എന്തുകൊണ്ടാണ് അത് അഴിമതി അതിനെതിരെ ഉന്നയിക്കാൻ കഴിയാതെ പോയത്? എന്തുകൊണ്ടാണോ? എന്തെല്ലാം കാര്യങ്ങളിൽ ഇവർ ആക്ഷേപം ഉന്നയിച്ചു. കൂട്ടത്തിൽ അങ്ങേക്ക് പറയാൻ കഴിയുന്നത് ബാർക്കോഴയായിരുന്നു, അങ്ങനെ പറഞ്ഞില്ല. ആ കൂട്ടത്തിൽ അങ്ങേക്ക് പറയാൻ കഴിയുന്ന ബാർക്കോഴ ഉണ്ടായിരുന്നു, അങ്ങ് മറന്നു എന്ന് തോന്നുന്നു. അതെ, ബാർക്കോഴ ഉൾപ്പെടെ ആയിക്കോട്ടെ. ബാർക്കോഴ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗുരുതരമായ അഴിമതി കേസ് UDF-ന്റെ കാലത്ത് ഉയർന്നു വന്നു. ഇപ്പോഴും K ബാബു ആ കേസിൽ പ്രതിയാണ്. എന്തുകൊണ്ട് MB രാജേഷിനെതിരെ നിങ്ങൾക്ക് അഴിമതി ആരോപണം ഉന്നയിക്കാൻ പറ്റുന്നില്ല? PK ഗുരുദാസനെതിരെ ഉന്നയിക്കാൻ പറ്റുന്നില്ല? ശിവദാസ മേനോനെതിരെ ഉന്നയിക്കാൻ പറ്റിയില്ല? അപ്പം ഞങ്ങളത് സംശുദ്ധിയോടുകൂടി കൊണ്ടു നടന്നു. ആ മേഖല ആ അഴിമതിയുടെ കറ പറ്റുന്ന മേഖലയാണെന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഹാഷ്മി ആദ്യം ക്വസ്റ്റ്യൻ ചെയ്തത്, നിങ്ങൾക്ക് എന്താ ധാർമ്മികമായിട്ട് ഇത് പറയാൻ അവകാശം എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കേ ഉള്ളൂ ധാർമ്മികമായിട്ട് അവകാശം. ഞാനേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞതുപോലെ മദ്യവ്യാപനത്തിൽ നിങ്ങളുടെ പരിപാടി നമ്മൾ എതിർപ്പോ അതേ നിലപാട് നമ്മൾ എതിർക്കുമല്ലേ? പറഞ്ഞൊരു തെറ്റുണ്ട്. 356 ഒരു കാര്യം കൂടെ പറയാം, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഒരു അര മിനിറ്റ് മതി. 356 ലക്ഷം മദ്യ കേസുകളാണ് UDF-ന്റെ അവസാന കാലത്ത് കേരളത്തിൽ വിറ്റത്. 356 ലക്ഷം കേസുകൾ മദ്യം.
കേരളത്തിൽ ഇപ്പോൾ വിൽക്കുന്ന ശരാശരി എത്രയെന്നറിയോ? UDF വരുന്നതിന് മുമ്പ് 311 ലക്ഷം കേസുകൾ. ശ്രീ ഹാഷ്മിയോട് സെർച്ച് ചെയ്യാൻ പറയുക. അല്ല, വന്ന വരുമാനത്തിലെ വർധന കൂടി അങ്ങ് കാണാമോ? ലക്ഷം കേസുകളുടെ കുറവ് കേരളത്തിലുണ്ട്. ശരി, വന്ന വരുമാനത്തിലെ വർധനവും കാണണം. പിടിച്ചുകൂടി കൂട്ടുന്ന MDMA കൂടുതൽ ഞാൻ ഇടപെടുകയാണേ. 257% എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? അത് യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മദ്യപന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ്. ടാക്സ് റൂട്ടിംഗ് ആണ്. 257% എന്ന് പറഞ്ഞാൽ ടാക്സ് റൂട്ടിംഗ് ആണ്. അപ്പോൾ അത്തരത്തിൽ 257% വേറെ ഏതെങ്കിലും ഉൽപ്പന്നത്തിൽ അത്രയും ശതമാനം ഉണ്ടോ? അപ്പോൾ അത്രയും ശതമാനം കൊടുത്ത് മദ്യം വാങ്ങി കുടിക്കുന്ന മദ്യപന്മാരുടെ വരുമാനത്തിൻ്റെ പ്രധാന ചങ്ക് ആണ് നമ്മുടെയൊക്കെ റവന്യൂ എന്നുകൂടി ഓർക്കണം. എന്നിട്ട് ആ മദ്യപന്മാരോട് എല്ലാ കാലവും പുച്ഛം പരിഹാസം താറ്റ്